ഞങ്ങളിത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലെത്തില്ല. ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ സംരക്ഷണമുണ്ട്. രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ, ഭരണതലത്തിലെ ഉന്നതന്മാരുടെ അറിവില്ലാതെ, ഇത് ദേവസ്വം മാനുവൽ പോലും ലംഘിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നതിന് പുതിയ ഭാഷ്യം ഉണ്ടാക്കുകയാണ്. ഏത്? ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്നതല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതിൻ്റെ അർത്ഥം അതല്ലേ? ഇപ്പോഴും മുൻ മന്ത്രി കടകംപള്ളി പറഞ്ഞ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ്, അങ്ങനെ ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അല്ല പിന്നെന്താണ്? അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു. ഇത് കേവലം 320 ഗ്രാം ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നെടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഇതിൽ അന്താരാഷ്ട്ര ആൻറ്റിക്സ് മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ CBI വരണം, കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണം വേണം.